ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ ഭാമയെ ബോബ് പൊട്ടിച്ചു, ശ്രുതി ഗർഭിണിയാണെന്നുള്ള കാര്യം. പക്ഷെ അച്ചമ്മയോടത് പറയാനോ അല്ലെങ്കിൽ അച്ചമ്മ വരുമ്പോൾ അത് അറിയിക്കാനോ ഒന്നും ഇവർ തയ്യാറാകുന്നില്ല. അതായത് നമ്മുടെ ചന്ദ്ര ആ കള്ളിയെ ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയും എന്ന കാര്യമാണ് ചന്ദ്ര ഇവരോട് പറയുന്നത്. അത് നല്ല കാര്യമല്ല അമ്മേ, നമുക്ക് ശ്രുതിയെ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് ശ്രുതി പറയുമ്പോൾ നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ വഴക്ക് പറയാം. ദേ നമ്മളെല്ലാം മറക്കേണ്ട സമയമാണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു ചന്ദ്രയോടെ. അവളുടെ വയറ്റിൽ വളരുന്നത് നമ്മുടെ മകൻ്റെ കുഞ്ഞാണെന്ന കാര്യവും ഇങ്ങനെ പറയുകയാണ് രവിയേട്ടൻ. ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി. ഈ സമയത്ത് അവളുടെ കൂടെ നമ്മളെല്ലാവരും വേണം ചന്ദ്രയെന്നും പറഞ്ഞു കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമുക്കിതെല്ലാം അമ്മയോട് തുറന്നു പറയാവുന്ന കാര്യം പറഞ്ഞ് എന്നിട്ട് നീയും ശ്രുതിയും ചേർന്നിട്ട് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനും രവിയേട്ടൻ പറയുമ്പോൾ ഞാൻ പോവില്ലെന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഭാമ ചന്ദ്രയെ രവിയേട്ടൻ പറഞ്ഞു 100% ശരി, നീ ഇത് അനുസരിക്കാൻ പറഞ്ഞു. സന്തോഷത്തോടെ ഭർത്താവിനൊപ്പം ജീവിക്കേണ്ട സമയമല്ലേ ഇത്. അവളാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടിയാണ്. എങ്ങനെയാണ് പോകുന്നതെങ്കിൽ ആ കുഞ്ഞ് തന്നെ ഇല്ലാതെ ആകുമെന്ന് ഭാമ. അപ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞു ശ്രുതി. അവൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കാട്ടോ. നീ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നല്ലോ, അത് അറിയിച്ചല്ലോ. ഇനി സ്ഥലം ഇടാൻ നോക്കാൻ ഭാമയോട് ചന്ദ്ര. വല്ലാത്ത ഭാഷ തന്നെയാട്ടോ ചന്ദ്ര നിനക്ക്. അതെ, എന്നാൽ നീ സ്വീറ്റ്സ് അകത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. സ്വീറ്റ്സ് ഒന്നും ഇവിടെ വേണ്ട, ഇതും കൂടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അതും എടുത്ത് കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു, വിട്ടു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഭാമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അമ്മേ ദേ അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോയി എൻ്റെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് വരാൻ പോവുക. അവൾ ചെയ്തതൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം അമ്മേ അച്ഛാ ദേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം അച്ഛാ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാൻ പോവാ ഞാൻ എന്നും പറഞ്ഞിങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നിക്കടാ അവിടെയെന്ന് പറഞ്ഞു ചന്ദ്ര. നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നു, പക്ഷേ അവളിവിടെ വരുമ്പോൾ നിന്റെ അമ്മ ഇവിടെ കാണില്ലെന്ന് ചന്ദ്ര പറയോട്ടോ. പിന്നെ ഒരിക്കലും നീ നിന്റെ അമ്മയെ കാണത്തില്ലെന്നും അങ്ങനെ ശ്രുതിയെ ധർമ്മസങ്കടത്തിലാക്കി ചന്ദ്ര വർത്തമാനവും പറഞ്ഞ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ആകെ ധർമ്മസങ്കടത്തിൽ നമ്മുടെ ശ്രുതിയുടെ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനത് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞു ശ്രുതി ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛാ എന്നും പറഞ്ഞ് അച്ഛൻ വന്ന എടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അച്ഛനെ വിളിക്കുക. അപ്പം ഇക്കാര്യത്തിൽ നിൻ്റെ അച്ഛൻ നിസ്സഹായനാണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. വിഷമിക്കാതിരിക്കെ, ഒരു ദിവസം നിൻ്റെ അമ്മയ്ക്ക് അവരുടെ തീരുമാനങ്ങൾ തിരുത്തി പറയേണ്ടതായിട്ട് വരുമെന്ന കാര്യം രവിയേട്ടൻ പറയുന്നു. അതും പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. പക്ഷെ ശ്രുതിക്ക് സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം അച്ചമ്മ വന്ന് നമ്മുടെ വർഷയുടെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. വർഷയെ സ്നേഹിച്ചും തലോടിയും ഒക്കെ ഇങ്ങനെ. അപ്പം മോളെ, ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഘട്ടം ഏതാണെന്ന് അറിയാമോ? അവളുടെ ഗർഭകാലമാണെന്ന കാര്യം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ഈ സമയത്ത് നീ നിൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം, ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ദേ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദേ നോക്ക്, മനസ്സിൽ അനാവശ്യ പേടിയും വിഷമം ഒന്നും വെക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. മോൾക്ക് എന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ദൈവമേ നമ്മുടെ ശ്രീകാന്ത് ഒന്ന് പേടിച്ചു. പേടിയുണ്ടെന്നോ അതോ ഇല്ലെന്നാണോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ പേടിയൊന്നും ഇല്ല അച്ചമ്മേ. ദേ എല്ലാ സമയത്തും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടല്ലോ. പിന്നെ ദേ ഇവൾക്കേ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് കൊടുക്കണം കേട്ടല്ലോ. കൊടുക്കുക അച്ചമ്മയെന്ന് ശ്രീകാന്ത്. നല്ല പാട്ട് കേൾപ്പിക്കണം. അതുമാത്രമല്ല നീ എപ്പോഴും ഇവളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നും പറഞ്ഞു. ദേ വീട്ടുകാരെല്ലാവരും വർഷയുടെ കൂടെ ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും വേണമെന്നും പറയാം. ഇതൊക്കെ കേട്ട് വർഷ ഇങ്ങനെ കിളി പോയിരിക്കുക അവിടെ. പിന്നെ അച്ചമ്മയുടെ കാലത്തൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു, അത്ര തന്നെ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങളൊക്കെ. പക്ഷേ അന്നത്തെ കാലമൊന്നും അല്ലല്ലോ ഇന്ന്. ഞങ്ങൾ ജീവിച്ചതുപോലെ അല്ലല്ലോ നിങ്ങൾ ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന കാര്യമൊക്കെ അച്ചമ്മ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ കേൾക്കാൻ വർഷയ്ക്ക് ദേഷ്യമാണ്. ദേ രവി വയറ്റിലുള്ളപ്പോഴേ 10ാം മാസം എന്നെ കൊണ്ട് എൻ്റെ അമ്മ നെല്ല് കുത്തിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ടെന്താ സുഖപ്രസവം തന്നെ നടന്നു എന്നും. ഇന്നെന്താ ഒരലും ഇല്ല, ഒലക്കയും ഇല്ല, സുഖപ്രസവവും ഇല്ല എന്ന് പറഞ്ഞപ്പം അച്ഛമ്മേ ഈ ഉരലും നെല്ലുകുത്തിയ വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ആര് പറഞ്ഞു വേദനയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മുടെ അച്ഛമ്മ. വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റുമെന്ന് അച്ഛമ്മ വർഷയോട് ചോദിക്കുക കേട്ടോ. സഹിക്കാൻ പറ്റാത്ത വേദനയാ, അത് അനുഭവിച്ച് തന്നെ അറിയണമെന്ന് നമ്മുടെ അച്ഛമ്മയും കൂടെ പറഞ്ഞു. അപ്പോഴത്തേക്കും വർഷം ഇങ്ങനെ നോക്കുവാണ് ശ്രീകാന്തിനെ, തുറിച്ച് നോക്കുന്നു. ആ സമയത്ത് അച്ഛമ്മ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. അച്ഛമ്മ വന്ന് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ കഴിച്ചോളാം, എൻ്റെ കൊച്ചിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, നീ പൊയ്ക്കേന്ന് പറഞ്ഞു.
പിന്നെ മോളെ നോക്ക്, അമ്മയാകുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണെന്നും അത് മനസ്സിൽ വേണമെന്നും പറയാണ്. നിനക്കുണ്ടാകുന്ന സന്തോഷവും ദുഃഖവും ഒക്കെ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞു അനുഭവിക്കുന്നുണ്ടെന്നും അതെപ്പോഴും ഓർമ്മ വേണം കേട്ടോ എന്നും അച്ഛമ്മ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കണം കേട്ടോ. ഇതേ ഒരു പോസിറ്റീവായിട്ട് കാണാനാണ് അച്ഛമ്മ പറഞ്ഞത്. നിനക്ക് മനസ്സിലായോ എന്ന് ശ്രീകാന്ത് വർഷയോട് പറയുമ്പോൾ വർഷ പിന്നെയും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാലേ ആരോടും പറയാതെ സഹിച്ചൊന്നും നിൽക്കാൻ പാടില്ല. വീട്ടിലുള്ള എല്ലാവരോടും ഡോക്ടറോടും ഒക്കെ പറയണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ അച്ഛമ്മയുടെ മുന്നിൽ തലയായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ വർഷ. പിന്നെ ചന്ദ്രയാണെങ്കിൽ ഒരു ലോകം അടിച്ച് അവൾക്കിതൊന്നും അറിയില്ല. അതുകൊണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ രേവതി നോക്കിക്കോളൂ എന്ന് അച്ഛമ്മ പറയണു. അപ്പം നമ്മളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞപ്പം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, വേദന ഞാൻ വേണ്ട സഹിക്കാനെന്ന് വർഷ അന്നേരം ചോദിച്ചു. അത് വേണം, അത് മോള് തന്നെ സഹിക്കണമെന്ന് അച്ഛമ്മ പറയണേ. എൻ്റെ ഈശ്വരാച്ചമ്മ ഇത് കൊളാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് അന്നേരം അച്ഛമ്മേ വാ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പം അച്ഛമ്മേ വാ കഴിക്കാമെന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ അവിടുന്ന് പോണു. അച്ഛമ്മ പോയപ്പോൾ ശ്രീകാന്ത് വന്ന് നമ്മുടെ വർഷയെ ഒന്ന് സോപ്പിടാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. പക്ഷെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് സച്ചിയും രേവതിയും തൊട്ടരികിൽ എന്നെ ഇരിക്കുന്നു. നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ടെന്ന് അച്ഛമ്മ നേരത്തെ ഇവരോട് രണ്ടുപേരോടും പറയാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് അച്ഛമ്മ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക കേട്ടോ. എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് കാണണമെന്ന്. അപ്പോൾ സച്ചിക്ക് രേവതിക്ക് അത് വിഷമമായി. രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അച്ഛമ്മ പറയുന്നതൊക്കെ കേട്ട് കുഞ്ഞുങ്ങളെന്നുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നും നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് മാത്രം അതിന് കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റേതായിട്ടൊരു സമയം കൂടി ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നു അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ്. അച്ഛമ്മയുടെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ എന്ന കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ടെന്നും പറയണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ വന്ന് ഇവിടെ പറയാം കേട്ടോ. പിന്നെ ഒരമ്പലത്തിലെ കാര്യം പറയാം. അവിടെ 41 ദിവസം തൊഴുത് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്നാണ് വിശ്വാസമെന്ന കാര്യം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ വന്ന് നിൽക്ക്. അപ്പോൾ ദിവസവും ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനും പറഞ്ഞു. അത് കേട്ടപ്പം അയ്യോ ഇത്രയും ദിവസമൊക്കെ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റുമോ അച്ഛമ്മേ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകണ്ടേ അച്ഛമ്മേ എന്ന് സച്ചി ചോദിക്കുക. അപ്പോൾ 360 ദിവസവും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. നിങ്ങൾ അങ്ങോട്ടേക്ക് വാ, ഒന്നേ പറ്റുള്ളൂ എന്ന് ഇങ്ങനെ അച്ഛമ്മ ഇങ്ങനെ തറപ്പിച്ച് സച്ചിയോടും രേവതിയോടും പറയുന്നു. പ്രാർത്ഥിച്ചാൽ അച്ഛമ്മയുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടക്കുമെന്ന്. അതുകൊണ്ട് അവരെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക. അച്ഛമ്മ പറഞ്ഞാൽ നിങ്ങളെന്താ കേൾക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛമ്മയ്ക്ക് വയസ്സും പ്രായമൊക്കെ ആയി, എപ്പോഴാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും ഇവർക്ക് വിഷമായി. അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്ന് അച്ഛമ്മ ഇങ്ങനെ ഇവരോട് രണ്ടുപേരോടും പറയുന്നു. ആ സമയം അച്ഛമ്മയുടെ മടിയിൽ തലവെച്ചാണ് ഞാൻ കുഞ്ഞിലെ കിടന്ന് ഉറങ്ങാറെന്നും അതുപോലെ ഉറങ്ങി എന്നെ അച്ഛമ്മ നേരെ എടുത്ത് കിടത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി കുഞ്ഞുകാലത്തെ കാര്യങ്ങൾ പറയാം. അന്ന് മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഓരോരോ ആഗ്രഹങ്ങൾ അച്ഛമ്മയോട് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് അവസാനം ഞാൻ ഉറങ്ങിപ്പോകും. എൻ്റെ ആഗ്രഹങ്ങൾക്കൊന്നും കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല എന്ന് സച്ചി പറയാം. എല്ലാം എൻ്റെ അച്ഛമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ടെന്നും സച്ചി ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കണം. എനിക്ക് കരഞ്ഞു വാശി പിടിക്കേണ്ടതായിട്ട് വന്നിട്ടേ ഇല്ല എന്നും പറയാം. ഞാൻ പറഞ്ഞതൊക്കെ അച്ഛമ്മ എനിക്ക് തന്നിട്ടുണ്ടെന്നും സച്ചി പറയാം കേട്ടോ. പക്ഷേ അച്ഛമ്മ എന്നോട് രണ്ടേ ആഗ്രഹങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് എൻ്റെ രേവതിയെ നന്നായിട്ട് നോക്കണമെന്നും ഇപ്പം രണ്ടാമത് ആ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. രണ്ടാമത്തത് നമ്മുടെ കുഞ്ഞിനെ കാണണമെന്നുള്ളതാണെന്ന് സച്ചി പറയാം കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നു. അച്ഛമ്മേ ആ ആഗ്രഹവും നടക്കും. അച്ഛമ്മ നോക്കിക്കോ, അച്ഛമ്മ സ്വപ്നം കണ്ടതുപോലെ ഈ കൈകളിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ വെച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ കണ്ണ് നിറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയും മീരയും കൂടി അവിടെ കോള് വരുന്നത് വെയിറ്റിങ്ങിലാണ്. അപ്പം നിനക്ക് ഇത്രയും നേരമായിട്ട് കോളൊന്നും വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മീര ഇങ്ങനെ ശ്രുതിയോട് പറയുന്നു കേട്ടോ. നീ പ്രഗ്നൻ്റ് ആണെന്ന് ഭാമാൻ്റെ വീണ്ടും വീട്ടിൽ പോയി പറഞ്ഞു കാണത്തില്ലായിരിക്കോ? പറഞ്ഞായത് പിന്നെന്താ അവിടുന്ന് ആരും വിളിക്കാത്തേ എന്ന് മീര ചോദിച്ചു. നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അതറിഞ്ഞ ആ നിമിഷം ശ്രുതി വിളിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാമാൻ്റെ പറഞ്ഞത് അവരാരും വിശ്വസിച്ച് കാണില്ല, അതായിരിക്കും വിളിക്കാത്തതെന്ന് ശ്രുതി പറയാം. നീ വാ തുറന്നാൽ കള്ളം മാത്രമല്ലേ പറയുള്ളൂ, അത് അവർക്ക് അറിയുകയും ചെയ്യാമല്ലോ, പിന്നെ എങ്ങനെ നിന്നെ വിശ്വസിക്കുമെന്നിങ്ങനെ മീര ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഭയങ്കര കലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
നോക്കാം, എന്ത് ചെയ്യുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവരെ വിശ്വസിപ്പിക്കാൻ വേറൊരു വഴി കൂടി ഉണ്ടെന്ന കാര്യം പറയാം. അപ്പോൾ എന്തു വഴിയാണെന്ന് ചോദിച്ചു. ആ സമയം നമ്മൾ രാവിലെ രേവതിയുടെ അനിയത്തി ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നിട്ട് അവളെ കാണുന്നു. തന്ത്രപൂർവം നമ്മൾ അവളോട് സംസാരിക്കുന്നു. അപ്പോൾ എന്ത് സംസാരിക്കാനാ? നമ്മളെ കാണുമ്പോൾ അവൾ ചോദിക്കുമല്ലോ എന്തിനാ ഇവിടെ വന്നതെന്ന്. ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വന്നതാണെന്നും പറയാന്നുള്ള കാര്യവും ശ്രുതി പറയാം. പിന്നെ അവളത് വിശ്വസിക്കുകയും ചെയ്യും. എന്ത് കിട്ടിയാലും അവളത് ചേച്ചിയോട് ഷെയർ ചെയ്യുന്നവളാണല്ലോ. അവള് ഇതും രേവതിയെ വിളിച്ച് പറയുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വളഞ്ഞ വഴികളൊക്കെ സഞ്ചരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ രേവതി അതെന്ത് ചെയ്യും? അവിടെ അവരോട് പറയും. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എന്നാലും നിന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണ് ശ്രുതി എന്ന് പറഞ്ഞ് മീര അവിടെ നിൽക്കുക. അങ്ങനെ നാളെ രാവിലെ ഇനി ദേവുവിനെ കുപ്പിയിലാക്കാൻ പോകാനായിട്ടുള്ള പരിപാടി ഒപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കാൻ നമ്മുടെ സച്ചി അതുപോലെ രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ അവിടെ വിഷമിച്ചിരിക്കും കേട്ടോ. രവിയേട്ടൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവരങ്ങോട്ടേക്ക് ചെന്നു. അച്ഛാ എന്തു പറ്റി? അച്ഛനതൊരു മൂടൗട്ട് പോലെ. അതെ, അച്ഛമ്മ വീട്ടിൽ വന്ന അച്ഛൻ വേറൊരാളാണല്ലോ. അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് കാണുന്നതും ഒന്നാണല്ലോ. ഇന്നിപ്പോൾ അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ അറിഞ്ഞത് സന്തോഷ വാർത്തയൊക്കെയാണ്, പക്ഷേ സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാത്തിനും കാരണം ചന്ദ്രയാണെന്ന കാര്യം പറയാം. പാർലറടുത്തേ കൂട്ടിക്കൊണ്ട് വരാത്തതാണോ വിഷമമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അല്ല, അത് ശ്രുതി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടി അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇങ്ങനൊരവസ്ഥയിൽ അവളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്ന് രവിയേട്ടൻ ചോദിക്കുന്നു. അങ്ങനെ സച്ചിയും രേവതിയും ഒക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒളിച്ച് ചന്ദ്ര കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രേവതി ചോദിച്ചു, ശ്രുതി പ്രഗ്നൻ്റ് ആണെന്നോ? അച്ഛനോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രുതി അച്ഛനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പം ഇല്ല, അവളെന്നെ വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഭാമ ഇവിടെ വന്ന് പറഞ്ഞതാണെന്നുള്ള കാര്യം രവിയേട്ടൻ പറയും കേട്ടോ. അപ്പോൾ സച്ചേട്ടൻ്റെ ഏട്ടനോ അമ്മയ്ക്കും ഇത് അറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്ര പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണേ. അറിയാം, ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പോയതായിരുന്നു, പക്ഷേ ചന്ദ്ര വിട്ടില്ല, ചന്ദ്ര അതിന് സമ്മതിച്ചില്ല എന്ന കാര്യം ഇങ്ങനെ അച്ഛൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി, പ്രത്യേകിച്ച് രേവതിക്ക്. അങ്ങനെ അവർ ഈ ഒരു വാർത്ത കേട്ട് അന്തം വിട്ട് നിൽക്കുക. അവളെ ഇവർ കൂട്ടിക്കൊണ്ട് വന്നാൽ ചന്ദ്ര ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറയുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും ഇവർ ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുന്നു. സുധിയാണെങ്കിലോ ഭയങ്കര വിഷമത്തിലുമാണെന്ന കാര്യവും രവിയേട്ടൻ ഇവരോട് പറയുകയും ചെയ്തു. അമ്മയും നിങ്ങളും ഒക്കെ മുകളിലായിരുന്ന സമയത്ത് ഭാമ വന്നിതെല്ലാം പറഞ്ഞതെന്ന കാര്യവും പറയാം കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും രവിയേട്ടൻ പറയുന്നു. ഇതെന്താ ഇങ്ങനെ? ഇതിലറിഞ്ഞിട്ട് നമ്മളിത് അച്ഛമ്മയോട് പറയാതിരുന്നത് മോശമാവില്ലേ? എന്നായാലും അച്ഛമ്മ ഇത് അറിയേണ്ടതല്ലേ എന്ന് രേവതി പറയാണ്. അപ്പോൾ മുന്നേ പറയാത്തത് കൊണ്ട് അച്ഛമ്മയ്ക്ക് വിഷമാവില്ലേ? അത് ചോദിക്കുകയും ചെയ്യില്ലേ എന്ന് രേവതി പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ദഹിക്കുന്നില്ല. ഓള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര പുറകിൽ നിൽക്കുക. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ അമ്മയുടെ മുന്നിൽ നിന്ന് മറച്ചു വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയെന്ന് രവിയേട്ടനും പറയാം. ഒരു മരുമകളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുക, അത് അവളാണെങ്കിൽ ഇപ്പോൾ ഗർഭിണിയും. ഇതൊക്കെ എങ്ങനെയാ പറയാതിരിക്കുക? ഇതൊക്കെ എങ്ങനെ മൂടി വെക്കാൻ പറ്റുമെന്നൊക്കെ രവിയേട്ടൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ അച്ഛമ്മയോട് പറയാം അച്ഛാന്ന് സച്ചി പറയുമ്പോൾ എടാ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു ചന്ദ്രമതി അങ്ങോട്ടേക്ക്. നീ പറയോടാന്നും ചോദിച്ച് അവൾ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറി ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങും. ഈ വീട്ടിൽ ഞാൻ വേണോ അത് അവൾ വേണോ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്ന ചന്ദ്ര നമ്മുടെ മോന് വേണ്ടിയിട്ടല്ലേ, അവനെ ഓർത്തിട്ടല്ലേ എന്ന് ചോദിച്ചു രവിയേട്ടൻ. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു അച്ഛനാകാൻ പോകുമല്ലേ എന്ന് ചോദിച്ചു. അച്ഛൻ ആ കള്ളി ഇവിടെ കയറി പറ്റാൻ വേണ്ടി ഓരോരോ കള്ളക്കഥ ഉണ്ടാക്കി ഇറങ്ങിയിരിക്കുന്നതാ. അവള് പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന് ചന്ദ്രമതി പറയുന്നു. അവള് പറയുന്നത് എന്തും വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് ഈ വീട്ടിലുള്ളതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും സുധി അച്ഛനാകാൻ പോവുകയാണെന്ന് അത്രേ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സങ്ങ് അലിയുമല്ലോ. അത് ആ കള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ വരെ ഒരാൾ ഇറക്കിയത്. അപ്പം ഇത് കള്ളവല്ല സത്യമാണെന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. നാശം എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് ദേഷ്യപ്പെടുത്ത്. അപ്പോൾ നമുക്കെല്ലാം ചന്ദ്ര അമ്മയോട് പറയാം. നമ്മുടെ സുധിയല്ലേ, അവന് വേണ്ടിയിട്ട് നമുക്ക് അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രവിയേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്ര. പിന്നെ കെട്ടുതാലി അഴിച്ചിട്ടില്ലെന്നും അതുപോലെ എന്നായാലും അവൾ ഈ വീട്ടിലേക്ക് തന്നെ കയറി വരേണ്ടവളല്ലേന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവള് ഇനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന്, അവളെ ഇവിടെ ഇനി കയറ്റില്ലാന്ന്. നിങ്ങളെല്ലാവരും കൂടി അമ്മയോട് പോയി പറഞ്ഞാൽ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണെന്നും പറഞ്ഞ് ചന്ദ്ര വീണ്ടും പറയണം. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണുകയില്ല എന്നും ചന്ദ്ര പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ ഇവരാകെ ധർമ്മസങ്കടത്തിലായി, ആകെ വലഞ്ഞു നിൽക്കുവാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും വലുത് ആ കള്ളിയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് അമ്മയോട് പറ, അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വാ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയി തന്നേക്കാവെന്ന് പറഞ്ഞ് ചന്ദ്ര അവിടുന്ന് തുള്ളിച്ചാടി എങ്ങ് പോയി. അപ്പോൾ അച്ഛാ, അമ്മയെക്കാളും വലുതല്ലല്ലോ നമുക്ക് മറ്റാരും, നമുക്ക് ഈ വിഷയം വിടാവെന്ന് സച്ചി അന്നേരം രവിയേട്ടനോട് പറഞ്ഞു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ആ അച്ഛനോട് സുധിയോട് എന്താ വേണ്ടതെന്ന് ചോദിക്കുക. അവൻ എന്ത് തീരുമാനം എടുത്താലും നമുക്ക് അവൻ്റെ കൂടെ തന്നെ നിൽക്കാം അച്ഛാന്ന് സച്ചി പറയാം. അപ്പോൾ ദേ നമ്മുടെ രേവതി, അത് ശരിയാ അച്ഛാ, അതാ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ദേ ഇവർ അതും സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയി. അപ്പോൾ എന്തായാലും അവൾ ഗർഭിണി തന്നെയാണ്, ആ കാര്യത്തിലൊരു സംശയം വേണ്ടാന്ന് രവിയേട്ടൻ പറയാം കേട്ടോ. ശരി അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരവിടെ നിന്ന് പോയി. രവിയേട്ടൻ പിന്നെയും വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. ശ്രുതി ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ശ്രുതിയെ പറ്റി ഇങ്ങനെ ആലോചിക്കുക. ശ്രുതി വന്ന അമ്മ ഇറങ്ങിപ്പോകും, ശ്രുതിയെ കൊണ്ടുവരികയും വേണം എനിക്ക്, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് ചന്ദ്ര അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ശ്രുതി എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛമ്മ. അവൻ മുറിയിലുണ്ടല്ലോ അമ്മേ, അവൻ എന്തിനാ ഈ മുറിയിൽ കയറി അടച്ചിരിക്കുന്നേ, കിടക്കാറായില്ലല്ലോ എന്ന് അച്ഛമ്മ. എടാ സുധി ഇങ്ങ് വന്നേടാന്ന് പറഞ്ഞ അച്ഛമ്മ വിളിക്കുക. സുധി അന്നേരം പുറത്ത് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തിനാ അമ്മ അവനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ വിളിക്കുന്നതെന്ന് വന്ന കാര്യം പറഞ്ഞില്ലേ, അവനോട് ഞാൻ വന്നൊന്നും നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അമ്മ ഞാൻ പറഞ്ഞതാ, പക്ഷേ അവനാകെ ശ്രുതി എന്നാ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തെ, അവളോട് ഞാൻ ഇവിടെ വന്ന കാര്യം നീ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിരുന്നു അമ്മേ, അവളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കിലാണ്, അമ്മയെ പിന്നെ വിളിച്ചോളൂ അവളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയട്ടെ. അച്ഛമ്മ ഇങ്ങനെ ഭയങ്കര ഇതിൽ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഉണ്ടാക്കി ചിരിച്ച് അച്ഛമ്മയുടെ അടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. നീ ഇങ്ങ് വന്നേടാ വാടാ എന്ന് പറഞ്ഞ് ശ്രുതിയെ കണ്ടപ്പോൾ അച്ഛമ്മ വിളിക്കുന്നു, എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി എന്ന അച്ഛമ്മയുടെ അടുത്ത് ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് പേടിയായി, ദൈവം ഇനി വല്ലതും പറയുമോ എന്നൊക്കെയുള്ള പേടി. നീ എന്തിനാ എപ്പോഴും മുറിക്കകത്ത് കയറി അടച്ചിരിക്കുന്നേ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് അച്ഛമ്മ എന്തായാലും ചോദിച്ചു. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചന്ദ്രയെ നോക്കുക കേട്ടോ. അങ്ങനെ ശ്രുതി പറയുമോ എന്നുള്ള പേടിയിൽ ചന്ദ്ര ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ ശ്രുതിയെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എല്ലാവർക്കും നന്ദി.